ഹായ് ഓൾ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് റവലേഷൻ എന്ന മൂവിയുടെ വിശേഷങ്ങളുമായിട്ടാണ്. ഇതൊരു കൊറിയൻ മൂവിയാണ്. ഇത് ഒരു മിസ്റ്ററി ത്രില്ലർ മൂവിയാണ്. ഇതിൻ്റെ കാസ്റ്റ് വൃത്തിയായി നല്ല വെടുപ്പായി അവർ ചെയ്തിട്ടുണ്ട്. നെറ്റ്ഫ്ലിക്സിൽ തമിഴ് ഡബിംഗ് ഒക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. ഇനി സിനിമയെ പറ്റി പറയാം. മെയിൻലി 3 ക്യാരക്ടേഴ്സാണ് ഇതിലുള്ളത്. ഒന്നൊരു സൈക്കോ കില്ലർ, ഒന്നൊരു പോലീസ് ഓഫീസർ, ഒന്നൊരു പാസ്റ്റർ. ഇവർ 3 പേരുമാണ് ഇതിൽ മെയിൻ റോളിൽ ഉള്ളതെന്ന് പറയാനുള്ളത്. ഈ സൈക്കോ കില്ലറിനെ സംബന്ധിച്ച് അയാൾ കുറേ കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്ത് ജയിലിലൊക്കെ ആയ ആളാണ്. പിന്നീട് ജയിൽ ശിക്ഷയൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി കുറേ നാൾ സൈലൻ്റ് ആയിട്ടെടുത്ത ശേഷം വീണ്ടും ഇയാൾ പഴയ കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്യുകയാണ്. എന്തിനാണ് അയാൾ വീണ്ടും പഴയ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നത്, എന്താണ് അയാൾ അതിനെ പ്രേരിപ്പിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ സിനിമ കണ്ട് തന്നെ മനസ്സിലാക്കണം. പിന്നെയുള്ളത് പോലീസ് ഓഫീസർ നമ്മുടെ നായികയാണ്. അവളെ സംബന്ധിച്ച് എല്ലാവരെയും സഹോദരന്മാരെന്ന് കൺസിഡർ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഒരു പെൺകുട്ടി, ഒരു സൈക്കോ കില്ലർ ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി അതിൻ്റെ കേസ് അന്വേഷിക്കുകയാണ്. അപ്പോൾ ഈ കാണാതായ പെൺകുട്ടി തൻ്റെ സഹോദരിയാണ്, അവളെ രക്ഷിക്കാൻ തനിക്ക് സാധിച്ചില്ലല്ലോ എന്നൊക്കെയുള്ള കുറ്റബോധം അവളുടെ മനസ്സിലുണ്ട്. അപ്പോൾ മാക്സിമം ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങളൊക്കെ തടയാൻ അവൾ സ്വീകരിക്കുന്ന നടപടികളും കാര്യങ്ങളും ഒക്കെയാണ് പോലീസ് ഓഫീസറിൻ്റെ ആ ഒരു കഥയിൽ കാണുന്നത്. ഇനി മൂന്നാമതായിട്ടൊരു പാസ്റ്ററാണ്. അദ്ദേഹം ഒരു സ്ഥലത്തൊരു പള്ളി പണിയാൻ വരികയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേഴ്സണലായിട്ട് ഒരു തെറ്റും ചെയ്യാൻ പാടില്ല, നീതിമാനായിരിക്കണം എന്ന് സ്വയം തീരുമാനിച്ച് അതിനുവേണ്ടി കഠിന പ്രയത്നം ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ സാഹചര്യത്തിന് സമ്മർദ്ദം മൂലം അയാളൊരു തെറ്റ് ചെയ്തു പോകുന്നു. അയാൾ എന്ത് തെറ്റാണ് ചെയ്യുന്നത്, ആ തെറ്റ് ചെയ്യാൻ അയാൾ എന്താണ് പ്രേരിപ്പിച്ചത് എന്നുള്ളതാണ് ആ ഒരു സെക്ഷൻ പറയുന്നത്. ഈ 3 മെയിൻ ക്യാരക്ടേഴ്സ് അടിപൊളിയായിട്ട് അവരുടെ റോൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ചെറിയ രീതിയിലുള്ള അഡൽട്ട് കണ്ടന്റൊക്കെ ഉണ്ട്. സിനിമയുടെ പകുതിയൊക്കെ ആയപ്പോൾ കുറച്ച് ഭാഗം ലാഗായി തോന്നി. എങ്കിലും സിനിമ മൊത്തത്തിൽ നോക്കുമ്പോൾ നല്ലൊരു സിനിമയാണ്. നമുക്ക് ആസ്വദിച്ച് കാണാൻ പറ്റുന്ന സിനിമ തന്നെയാണ്. നമുക്കിങ്ങനെ അടുത്ത് എന്തായിരിക്കും എന്നിങ്ങനെ ഒരു സസ്പെൻസോട് കൂടി കാണാൻ പറ്റുന്ന സിനിമയാണ്. നിങ്ങൾ ആരെങ്കിലും കണ്ടവരുണ്ടെങ്കിൽ അഭിപ്രായം പറയുക, കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ ശ്രമിക്കുക. അടുത്ത വീഡിയോയുടെ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നതുവരെ ബൈ.